അതിമനോഹരമായ ഒരു കാഴ്ച. ഇതോടുകൂടി ഇൻട്രോ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ കാർഡിഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ദൂരമുണ്ട്. ഓക്കെ, തേണ്ട് റൈറ്റ് സൈഡിൽ ഒരു വണ്ടി കിടക്കുന്ന കണ്ടോ? അതുണ്ടല്ലോ, ഇവിടുത്തെ മിലിറ്ററി വണ്ടിയാണോ ഞാൻ പറയാനേ നിങ്ങൾക്കറിയാം. റൈറ്റ് സൈഡിൽ കണ്ടത് ചുമ്മാ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് അതും ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. കേട്ടോ, എന്നെ വലിയ വണ്ടിയാണല്ലേ. അപ്പോൾ ഇതൊരു വലിയ റൗണ്ട് അബൌട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനിയിപ്പം M4ലേക്കുള്ള എക്സിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ M4ൽ ഓൾറെഡി കയറി കഴിഞ്ഞിരിക്കുന്നു. മുഴുവൻ നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്കും ബോറാവും. അതുകൊണ്ടാണ് അതിൽ കൂടുതൽ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പം നോക്കുമ്പോഴേക്കും എല്ലായിടും ഒരുമാതിരി ഇരുണ്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഏകദേശം ഒരു മരുഭൂമി പോലൊക്കെ തോന്നില്ല. ഇപ്പോഴും ഇവിടുത്തെ ഇലകളെല്ലാം പൊഴിഞ്ഞേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നല്ല പച്ചപ്പിലുണ്ട്. ആ മരങ്ങളൊക്കെ ഒരുപക്ഷെ സ്ട്രോങ് ആയിട്ടായിരിക്കും. നോക്കി, ഈ കാണുന്ന മരങ്ങളും ആ ചെടികളും ആ ബുഷസ് എല്ലാം നല്ല ഗ്രീൻ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ വരുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഓരോ റൗണ്ട് അബൌട്ട്സുകളാണ്, ഒരുപാട് റൗണ്ട് അബൌട്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മോട്ടോർ വേയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ റോഡിലേക്ക് വന്നേക്കുവാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശമൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് നോക്കിക്കേ അവിടെ വേലി പോലെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മതിൽ കെട്ടത്തില്ല, അതിന് വരെ ഇങ്ങനെ ഒരു ബുഷസാണ് വെക്കുന്നത്. അത് മുഴുവൻ റെഡ് കളറിലെ കായ്കളാണ്. അതൊരു തരം ചെടിയാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, അത് മുഴുവൻ ഇങ്ങനെ ഉണ്ട പോലെ കിടക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ വീട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. 2 കളർ പിടിച്ചാൽ മതിയായിരുന്നു. നല്ല ഭംഗി. എവിടൊക്കെ പൂക്കളും കായ്കളും കണ്ടോ, എന്നാൽ പിന്നെ തീർന്നു എൻ്റെ കാര്യം. ഞാൻ അവിടെ തന്നെ നിന്നു. എന്നാൽ പിന്നെ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ പിടിച്ച് നിർത്തി. പിന്നെ ഫോട്ടോയായി, ഷൂട്ടിംഗ് ആയി, ഫോട്ടോ ഒന്നും പറയണ്ട. എന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയല്ലേ അത് കാണാൻ. പൊന്നുനെ പിടിച്ച് നിർത്തി. അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഫോട്ടോ ഒന്നും എടുക്കാൻ. എന്നാലും ഇപ്പം കുഴപ്പമില്ല, എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ആളും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം നോക്കി കറങ്ങി വന്നപ്പോൾ ദേണ്ട് ഒരു അടിപൊളി ട്രീ. ആ ട്രീ നിറച്ച് ഇതുപോലെ ചുമല കായ്കൾ നിങ്ങൾ കണ്ടോ? എന്നാ രസമാണെന്ന് നോക്കിയേ. ഒരു രക്ഷയില്ല. പൊന്നിനെ പിടിച്ച് അവിടെ നിർത്തി. ഇതേണ്ട് അവൾ അതെല്ലാം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, ഞാൻ ഫോട്ടോ എടുക്കുന്നു. എന്നാ ചെയ്യാന്ന് പറയാം. നോക്കിക്കേ, ഞാൻ എൻ്റെയും കൊണ്ട് തോറ്റെന്ന് പറയാം. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ കുറച്ച് സെൽഫി എടുക്കുന്നു. ആകെ പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പനും മോനോടെ കാറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ അവിടുത്തെ കാഴ്ചകളും കണ്ട് നടപ്പുണ്ട്. ഞങ്ങളിവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാറ് തപ്പിയുള്ള നടപ്പാണ് അടുത്തത്. പക്ഷേ ഈ മരം ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പല പോസിൽ നിന്ന് ഫോട്ടോ എടുക്കണം. ചെരിഞ്ഞ് നിൽക്കുന്നു, ചിരിച്ചോണ്ട് നിൽക്കുന്നു. എന്താ കഥയെന്ന് പറ. എന്നിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് സുരേഷിനെ കണ്ടുപിടിക്കാനുള്ള പോക്കാണ്. ഇത് വലിയൊരു കാർ പാർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ കളർ തന്നെ ഒരുപാട് വണ്ടികൾക്കുണ്ട്. അതുകൊണ്ട് വലിയ പാടാണ് തപ്പിയെടുക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് വണ്ടി കണ്ടുപിടിച്ചു. നോക്കിക്കേ, അപ്പോൾ സുരേഷ് അവിടെ ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. എന്ത് രസമെന്ന് നോക്കിയേ. ഓട്ടമല്ലേ, ആ ഇലകളെല്ലാം പൊടിഞ്ഞ് കിടക്കുന്നു, മഞ്ഞക്കളർ. പിന്നെ ആരണ്ടോടൊക്കെ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്നാ മഞ്ഞ കളറാന്ന് നോക്കി. ആ സൂര്യപ്രകാശവും ആ ഇലകളുടെ കളറും എല്ലാം കൂടെ എന്തോ ഭംഗിയാന്ന് നോക്കിക്കേ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു അതെല്ലാം കൂടെ കണ്ടിട്ട്. അതേ കൂടെ നടക്കുമ്പോൾ ഉള്ള സ്വരവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കണ്ടോ, എന്ത് രസമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇൻട്രോ കൊടുത്തത് കേട്ടോ. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ് 2 സൈഡിലും. കണ്ടോ, ഒത്തിരി ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, ജസ്റ്റ് കൊച്ചു ക്ലിപ്പുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ വീണ്ടും മോട്ടോർ വേ കയറി നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലകളും കുന്നുകളും മനോഹരമായ കാഴ്ചയാണ്. ആ സൂര്യൻ്റെ ആ വെയിലും ഒക്കെ അടിക്കുമ്പോഴേക്കും നല്ല രസമില്ല കാണാൻ. അങ്ങനെ നമ്മൾ അവസാനത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എല്ലാവരുടെ വന്നതേ സോഫയിലിരിക്കുന്ന ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വൈകുന്നേരം എന്താ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഓർത്തു, എന്നാൽ പിന്നെ KFC ചിക്കൻ ഉണ്ടാക്കുക. ഒരു ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ നമുക്ക് KFC ചിക്കനൂടെ കാണാം. നിങ്ങൾക്കൊപ്പം എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ നമുക്കന്ന് അതുണ്ടാക്കാൻ പോയാലോ. KFC ചിക്കൻ നമ്മളൊരു ഇന്ത്യൻ ടച്ചോടുകൂടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ളവർക്ക് കുറച്ച് എരിവും ഒക്കെ ഇഷ്ടമാണല്ലോ. നമ്മുടെ ഒരു ഗാർലിക്കിന്റെ ജിഞ്ചറിന്റെ ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇന്ത്യൻ ടേസ്റ്റിലായിരിക്കും നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും കിച്ചണിലേക്ക് പോന്നോളൂ. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ തൈര് ഞാൻ ഉടച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് തൈര് ഉടച്ച് വെക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് നമ്മളൊരു ഇന്ത്യൻ ടച്ചിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ച് ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂണോളം നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് പ്ലെയിൻ ഫ്ലവർ അല്ല ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ. ഇനിയിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ
നിങ്ങളുടെ എരിവിനനുസരിച്ച് പെപ്പർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കോഴിക്കൂട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ KFC ചിക്കൻ കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിന്റെ സ്കിൻ അവർ കളയാതെയാണ് വറക്കുന്നത്. അപ്പൊ നമ്മളും അതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിനെ ഇങ്ങനെ മലത്തിയിട്ടേക്കുന്നു. പാവം കോഴി, അതിന്റെ അവസ്ഥ നോക്കിക്കേ. ഓക്കെ, ഇത് കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോഴേ നമുക്ക് കിട്ടി ഈ ഒരു പോർഷൻ. ഇതിനെ നമ്മൾ 2 പീസായിട്ട് മാറ്റുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ പോർഷൻ ഞാൻ 2 പീസാക്കാം, അല്ലെ വലിയ പീസായി പോവും. ഓക്കെ, ഇതുപോലെ വലിയ വലിയ പീസായിട്ടാണ് നമ്മൾ KFC ചിക്കൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുപോലെ ഞാൻ വലിപ്പത്തിലാണ് വറക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മുടെ കോഴീനെ ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കണം. ഓക്കെ, ഇതിനകത്ത് നന്നായിട്ട് അങ്ങോട്ട് മുങ്ങിക്കിടക്കട്ടെ, മുങ്ങി കുളിച്ച് കിടക്കട്ടെ. നമ്മുടെ ചിക്കനിനകത്ത് നല്ല മുങ്ങി കുളിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പൊ നമ്മള് ഇതിനെ ഒന്ന് ക്ലിങ് ഫിലിം വെച്ച് ഒന്ന് മൂടി വെച്ച് അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെല്ലാം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ തുടങ്ങിയാണ്. ഞാനൊരു പാത്രത്തിൽ ഇവിടെ ഒരു 1.5 കപ്പ് മൈദ അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോർ, നിങ്ങൾക്ക് ഏത് വെള്ളം ഉപയോഗിക്കാം. ഞാനിവിടെ പ്ലെയിൻ ഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണാണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് പെപ്പർ, കുറച്ച് ചില്ലി പൗഡർ എരിവിന് വേണ്ടി കേട്ടോ. ചില്ലി പൗഡർ, നമ്മൾ ഇച്ചിരി മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എണ്ണ വേണം. ഞാൻ കണ്ടോ മുങ്ങിക്കിടക്കണം നമ്മുടെ ചിക്കൻ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് വരത്തില്ല കേട്ടോ. ഇതിനകത്ത് മുങ്ങിക്കിടക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമ്മൾ എടുത്തു കണ്ടോ, ഈ പൊടിയിലേക്ക് ഇട്ടൊന്ന് മുക്കിയെടുക്കുവാണ് നമ്മൾ കേട്ടോ. പൊടിയിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം നമ്മൾ. എന്നിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇതിനകത്ത് മുക്കുന്നു. ഒരു പ്രാവശ്യം നമുക്ക് ഈ പൊടിയിലിട്ടൊന്ന് മുക്കിയെടുക്കാം. നമ്മുടെ ചിക്കന് നന്നായിട്ട് കോട്ടായിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ KFC ചിക്കൻ എല്ലാവർക്കും വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാ എല്ലാരും ഓരോ പീസ് എടുത്തോ, നോ പ്രോബ്ലം. ചിപ്സ് അവിടെ വറന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എന്തായാലും ഞാനിത് കുട്ടികൾക്കും സുരേഷിനും എല്ലാവർക്കും കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട് ഉണ്ണിക്കുട്ടാ? ഇഷ്ടപ്പെട്ടോ? ടേസ്റ്റ് ചെയ്തോ? പൊന്നെങ്ങനെ ഉണ്ടടാ? നല്ലാണോ? സുരേഷ് ഭായിക്കും കൊടുത്തേക്കും. എങ്ങനെയുണ്ട്? പക്ഷേ നല്ല റാണി. നല്ലതെന്ന് വെച്ചാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് KFC മേടിച്ച് കഴിക്കുന്നതിലും എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം. അത് കാരണം എനിക്ക് നല്ല ക്രിസ്പിയാണ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.